നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ, ശ്രീകൃഷ്ണനും ദുർവാസാവും. ആ കഥയുടെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ അക്കരെ പോയി ഗുരുവിനെ കണ്ടു വന്ദിച്ചു ഗോപികമാരൊക്കെ. തിരിച്ചു പോരാൻ അവർക്ക് വഴിയില്ല. യമുന നിറഞ്ഞു കവിഞ്ഞൊഴുകുകയല്ലേ. ഗുരുവിനോട് തന്നെ ചെന്ന് ചോദിച്ചു, എന്താണ് ഞങ്ങൾക്കൊന്ന് അക്കരെ പോകാൻ ഇപ്പോൾ ഒരു മാർഗം പറഞ്ഞു തരണമല്ലോ ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ആവാം, നിങ്ങൾ യമുന ദേവിയോട് പറയൂ, യമുന നദിയോട് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ദുർവാസാവ്, ദുർവാസം എന്ന ഒരു പുല്ല് മാത്രമേ തിന്നാറുള്ളൂ, വേറെ ഒരു സാധനവും ഞാൻ തിന്നാറില്ല. അവർ ഞെട്ടിപ്പോയി. കൃഷ്ണൻ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഞെട്ടിയതിൽ അപ്പുറമായിട്ട്, ഗുരുവിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയതിൽ അപ്പുറമായിട്ട് ഞെട്ടി. പരസ്പരം നോക്കി, അയ്യോ ഇങ്ങനെ നട്ടപ്പറഞ്ഞോണ പറയുമോ മഹർഷിമാരെ? ഇപ്പോഴല്ലേ ഈ 5-6 പ്ലേറ്റുകളിൽ നിറയെ കൊണ്ടുവന്ന പഴങ്ങളൊക്കെ വാരി മിനിറ്റ് വെച്ച് തിന്ന് തീർത്തത്. എന്നിട്ട് പറയണു ഞാൻ ദുർവാസം മാത്രമേ ഇതുവരെ തിന്നിട്ടുള്ളൂ എന്ന്. ദുർവാസം എന്ന് പറയുന്നത് ഒരു തരം പുല്ല, ദർഭപ്പുല്ല, ദുർവാസം. ഈ ദുർവാസം പുല്ല് മാത്രം തിന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ ദുർവാപത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല, ദർഭപ്പുല്ലിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതുപോലെ, ഈ ദുർവാപത്രം മാത്രമേ ഞാൻ ഇതുവരെ തിന്നിട്ടുള്ളൂ. നീ ഇങ്ങനെ നട്ടപ്പറ ഉച്ചയ്ക്ക് നട്ടപ്പറ നുണ പറയേ, ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കുകയല്ലേ ഈ പഴങ്ങളൊക്കെ തിന്നത്, എങ്ങനെ ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പറയൂ, അത് സത്യമാണെങ്കിൽ വഴി കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല, എവിടെയൊക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പോഴും ഈ പറയണം പോയി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതല്ലേ, ഗുരുവല്ലേ, നമ്മുടെ കൃഷ്ണൻ്റെ ഗുരുവല്ലേ, നമുക്കൊന്ന് പോയി പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു പോന്നു. പുഴയുടെ തീരത്ത് വന്നിട്ട് യമുന ദേവി, ഇദ്ദേഹം ഈ മഹർഷി, അദ്ദേഹം ഇതുവരെ ദുർവാപത്രം മാത്രമേ തിന്നിട്ടുള്ളൂ, ഇത് സത്യമാണ്. കേട്ട മാത്രയിൽ നേരത്തെ ഉണ്ടായ പോലെ ഒരൊറ്റ നീന്തല്ല, ഒരു ഇടിവെട്ട് വഴി അങ്ങോട്ട് തെളിഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു. പിന്നെ അങ്ങോട്ടും മിണ്ടാനും പറയാനൊന്നും നിന്നില്ല. കൊട്ടത്താനൊരൊറ്റ വഴിയിലൂടെ ഇക്കര വന്നപ്പോൾ കൃഷ്ണൻ ചിരിച്ചോണ്ട് നിൽക്കുക. ഇവിടെ ഇങ്ങനെയുണ്ട് യാത്രയൊക്കെ. സുഖമായി കൃഷ്ണ, സുഖമായി. പക്ഷെ അങ്ങയുടെ ഗുരുവിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇങ്ങോട്ട് പോരാനായിട്ട് കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഒരു നുണ ഞങ്ങൾക്കും പറയേണ്ടി വന്നു. എന്ത് നുണയത്? അദ്ദേഹം ഇതുവരെ ദുർവാപത്രം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾ പറയണമെന്ന്. ഞങ്ങൾ കൊണ്ടുപോയ പഴങ്ങളൊക്കെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് വരി തിന്നോളാം. അത്ര പിടിയെന്ന് തിന്നു കഴിഞ്ഞോ? എന്നിട്ടാ പറയണേ ഞാൻ ദുർവാപത്രം മാത്രമേ തിന്നുള്ളത്. ഇങ്ങനെയുണ്ടോ മഹർഷിമാരെ കല്ല് വെച്ചെന്നാണോ പറയണവരെ? എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ കൃഷ്ണൻ പറഞ്ഞു, അല്ല ഇനി ഒരു കാര്യം ചോദിക്കട്ടെ കൃഷ്ണ. അപ്പോൾ ഗോപിക ചോദിച്ചു, ഞങ്ങൾ ഈ ദർഭപ്പുല്ല് മാത്രമേ അദ്ദേഹം തിന്നിട്ടുള്ളൂ എന്ന് പറയണു. വേഗം എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അദ്ദേഹം പഴങ്ങൾ തിന്നണതൊക്കെ ഞങ്ങൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് മഹർഷി പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞത് സത്യമാണോ? കൃഷ്ണന് ഭാര്യമാർ വേണ്ടോളുണ്ടല്ലോ. 5-8 ഭാര്യമാരെ വേളി വെച്ച് എന്നെ കൊണ്ടുവന്നിട്ടില്ലേ. മിത്രാനന്ദയും ലക്ഷ്മണയും സത്യഭാമയും രുക്മിണിയും ജാമ്പവതിയും ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ടല്ലേ കൃഷ്ണൻ ബ്രഹ്മചാരി എന്നും ഞങ്ങളെ കൊണ്ട് നുണ പറയിപ്പിച്ചത് യമുനയോട്. 16,008 പേരെ കൊണ്ടുവന്നിട്ട് പിന്നെ ഓരോരോ ദിക്ക് താമസിപ്പിച്ചതൊക്കെ ഞങ്ങൾക്കറിയാം. കേട്ടാണ്. എന്നിട്ട് കൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്നല്ലേ പറഞ്ഞത്. അത് സത്യമാണെന്ന് യമുന നദി വിശ്വസിക്കുകയും ചെയ്തു. അതുപോലെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് പഴങ്ങളൊക്കെ തിന്ന മഹർഷി, ദുർവാസാവ് മഹർഷിയുടെ ദർഭപ്പുല്ല് മാത്രമേ ഞാൻ ഇന്ന് വരെ തിന്നിട്ടുള്ളൂ. നിങ്ങൾ 2 പേരും ഇങ്ങനെ മഹർഷിയും ഗുരുവും ശിഷ്യനും നുണ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഷ്ടമാണല്ലോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ 2 പേര് പറഞ്ഞു സത്യം. എന്താ അത്? സത്യമാണെന്ന് പറഞ്ഞോളൂ. സത്യമാണ്, പറയാം. ആ മഹർഷി പറഞ്ഞത് അദ്ദേഹം ദർഭപ്പുല്ല് മാത്രമേ തിന്നിട്ടുള്ളൂ. അദ്ദേഹം ജനിച്ച ഉടനെ അദ്ദേഹത്തിന് വിശപ്പ് തുടങ്ങി. ചുറ്റും ഇങ്ങനെ പരതി നോക്കിയപ്പോൾ കൈ കിട്ടിയത് ദർഭപ്പുല്ല. ആ ദർഭപ്പുല്ല് അങ്ങോട്ട് തിന്നു. അദ്ദേഹത്തിൻ്റെ വായിക്ക് രുചി വന്നത് ആ ദർഭപ്പുല്ലിൻ്റെ രുചി അപ്പോൾ വായിക്കുള്ളിൽ നിറഞ്ഞു. നാക്കും സ്വാദറിയണത് നാവാണല്ലോ. ആ നാവ് ദർഭപ്പുല്ലിൻ്റെ ഇതങ്ങോട്ട് ആസ്വദിച്ചു. നാവിന് ആ രുചി അങ്ങോട്ട് പിടിച്ചു. പിന്നെ എന്ത് സാധനം കഴിച്ചാലും അദ്ദേഹത്തിന് അത് ദർഭപ്പുല്ലായിട്ടേ തോന്നുന്നു.
ആപ്പിൾ തിന്നാലും ദർഭ, ഓറഞ്ച് തിന്നാലും ദർഭ, മുന്തിരി തിന്നാലും ദർഭ തന്നെ, പായസം കഴിച്ചാലും ദർഭ തന്നെ. ഏത് നിവേദ്യവും ദർഭയുടെ രുചിയായിട്ടും ദർഭയായിട്ടും തോന്നുന്നു ദുർവാസാവും മഹർഷിച്ച്. അത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ദുർവാപത്രം മാത്രമേ അദ്ദേഹം ദൂരെ തിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യത. ആ ഒരു സ്വാദേ അദ്ദേഹം അറിയുന്നുള്ളൂ. അദ്ദേഹത്തിന് ആ ഒരു സ്വാദിനെ പറ്റി മാത്രമേ ചിന്തയുമുള്ളൂ. എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. സത്യം. എന്താ സത്യം? ഞാൻ പലരുണ്ട്. എനിക്ക് രുക്മിണിയുണ്ട്, ഭാര്യ സത്യഭാമയുണ്ട്, ജാമ്പവതിയുണ്ട്, മിത്രവന്തയുണ്ട്, ലക്ഷ്മണയുണ്ട്, ഇവരുണ്ട്, രാധയുണ്ട്. ഞാൻ ആദ്യം പരിചയപ്പെട്ട പെൺകുട്ടി രാധയാണ്. അതുപോലെ 16,008 പേര് കന്യകമാരെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നരകാസുരൻ്റെ കൊട്ടയിൽ നിന്ന്. അവരൊക്കെ എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചേക്കുക. അതൊക്കെ സത്യമാണ്. പക്ഷേ മഹർഷി പറഞ്ഞതുപോലെ ഞാൻ ബ്രഹ്മചാരിയാണ്. ഞാൻ ആരെ പരിചയപ്പെട്ടാലും ആരെൻ്റെ അടുത്ത് വന്നാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഞാൻ അവരുടെ ഭക്തി മാത്രമേ നോക്കുന്നുള്ളൂ, ഭക്തി മാത്രമേ അറിയുന്നുള്ളൂ. എനിക്കത് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ഞാൻ ബ്രഹ്മചാരി തന്നെയാണ്. അത് സത്യമാണ്. ഗോപികമാർ അത്ഭുതപ്പെട്ടു. നേരത്തെയുള്ള ഞെട്ടലുകളൊന്നും പോലെയല്ല അത്. കൃഷ്ണൻ പറഞ്ഞു സത്യമല്ലേ. കൃഷ്ണൻ്റെ അടുത്ത് നമുക്കുള്ളതൊക്കെ എന്താ? ഗോപികമാരെ ഓരോരുത്തരും ചിന്തിച്ചു, നമുക്ക് കൃഷ്ണൻ്റെ അടുത്ത് ഇപ്പം എന്താ എന്ത് സ്നേഹ? ഭക്തി, നിഷ്കളങ്കമായ ഭക്തി. ഇതുപോലെ തന്നെയാണ് രാധയ്ക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യമാർക്കും ഭക്തി തന്നെ. അപ്പം കൃഷ്ണൻ ബ്രഹ്മചാരിയല്ലേ? അപ്പം ദുർവാസാവനും ശ്രീകൃഷ്ണനും അവർക്ക് വേണ്ടത് മാത്രമേ അവർ കാണുന്നുള്ളൂ. ദർഭപ്പുല്ലിൻ്റെ ഒരു സ്വാദേ വായിന്ന് മാറണില്ല ദുർവാസാവ് മഹർഷിക്ക്. ആരെ കാണുമ്പോഴും അവരിലുള്ള ഭക്തി, അതെത്ര ചെറുതായാലും എത്ര വലുതായാലും അത് മാത്രമേ ഭഗവാൻ കൃഷ്ണനും കാണുന്നുള്ളൂ. അദ്ദേഹം ബ്രഹ്മചാരി തന്നെയാണ്. കേട്ടോ കുട്ടികളെ, ഭഗവാന്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുന്നവരെ ഏതു വിധത്തിൽ കാണുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.